അറബ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കുന്നു. ഓഗസ്റ്റ് 7 ചരിത്രപ്രസിദ്ധമായ മക്കയിൽ വെച്ച് സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഒപ്പുവെച്ച മക്ക സംയുക്ത പ്രതിരോധ കരാർ മധ്യപൂർവേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. നാറ്റോയുടെ 5-ാം വകുപ്പിന് സമാനമായി സഖ്യത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ ഉണ്ടാകുന്ന സൈനിക ആക്രമണത്തെ 3 രാജ്യങ്ങൾക്കുമെതിരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്ന പ്രഖ്യാപനം കേവലം ഒരു പ്രതിരോധ കരാറിനപ്പുറം പ്രാദേശിക സുരക്ഷാ സമവാക്യങ്ങളെ ആകെ തിരുത്തി എഴുതുന്ന ഒന്നാണ്. പരമ്പരാഗതമായി പാശ്ചാത്യ രാജ്യങ്ങളുടെ സുരക്ഷാ വലയത്തെ ആശ്രയിച്ചിരുന്ന ഗൾഫ് മേഖല സ്വന്തം പരമാധികാരവും സൈനിക പ്രതിരോധവും ഉറപ്പാക്കാൻ പ്രാദേശികവും ഏഷ്യൻ തലത്തിലുള്ളതുമായ പുതിയ ശക്തി കേന്ദ്രങ്ങളിലേക്ക് തിരിയുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിത്. ഈ നിർണായക സഖ്യത്തിലേക്ക് സിറിയയും ബംഗ്ലാദേശും ഈജിപ്തും ഉൾപ്പെടെയുള്ള കൂടുതൽ രാജ്യങ്ങൾ താൽപ്പര്യം പ്രകടിപ്പിക്കുകയോ സഹകരണത്തിന് മുതിരുകയോ ചെയ്യുന്നതോടെ ഗൾഫ് സഹകരണ കൗൺസിലിൻ്റെയും മൊത്തം മധ്യപൂർവേഷ്യൻ മേഖലയുടെയും ഭാവി തന്നെ പുതിയൊരു ദിശയിലേക്ക് മാറുകയാണ്. മക്ക കരാറിന്റെ കരുത്ത് അത് പ്രതിനിധീകരിക്കുന്ന 3 രാജ്യങ്ങളുടെ തന്ത്രപരമായ സവിശേഷതകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൗദി അറേബ്യയുടെ അപാരമായ സാമ്പത്തിക ശേഷിയും പെട്രോ ഡോളർ മൂലധനവും, തുർക്കിയുടെ അത്യാധുനിക പ്രതിരോധ നിർമ്മാണ സാങ്കേതികവിദ്യയും ഡ്രോൺ സാങ്കേതികവിദ്യയും, പാകിസ്ഥാന്റെ വിശാലമായ സൈനിക നിരയും പരിശീലന പരിചയവും ആണവ ശക്തി പദവിയും ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന സംയോജനം സമാനതകളില്ലാത്തതാണ്. തുർക്കിയുടെ വിഖ്യാതമായ ബൈറക്താർ അക്കിഞ്ചി യുദ്ധ ഡ്രോണുകൾ, 5-ാം തലമുറ കാൻ യുദ്ധവിമാന പദ്ധതികൾ എന്നിവയിൽ സൗദി സാമ്പത്തിക നിക്ഷേപം വ്യാപിപ്പിക്കുമ്പോൾ പാകിസ്ഥാൻ കരസേനയുടെ വൻ സൈനിക പിന്തുണയും തന്ത്രപരമായ സാന്നിധ്യവും പശ്ചിമേഷ്യൻ സുരക്ഷയ്ക്ക് പുതിയൊരു മാനം നൽകുന്നുണ്ട്. മുൻപ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളിൽ നിന്ന് മാത്രം ആയുധങ്ങളും സുരക്ഷാ ഗ്യാരണ്ടിയും പ്രതീക്ഷിച്ചിരുന്ന സൗദി അറേബ്യ തങ്ങളുടെ പ്രതിരോധ ശേഷി വൈവിധ്യവൽക്കരിക്കാനും സ്വന്തം പരമാധികാരം ഉറപ്പിച്ചു നിർത്താനും ഈ ത്രിരാഷ്ട്ര സഖ്യത്തിലൂടെ സാധ്യമാക്കുന്നു. ഈ ത്രിരാഷ്ട്ര പ്രതിരോധ കരാറിന്റെ വ്യാപ്തി കൂടുതൽ വികസിക്കുകയാണെന്ന സൂചനകളാണ് നിലവിലെ നയതന്ത്ര നീക്കങ്ങൾ നൽകുന്നത്. ഇസ്ലാമാബാദിൽ നടന്ന ഔദ്യോഗിക സന്ദർശനത്തിനിടെ സിറിയൻ വിദേശകാര്യമന്ത്രി അസാദ് ഹസൻ അൽ ഷൈബാനി മക്ക കരാറിൽ ചേരുന്ന കാര്യത്തിൽ തങ്ങൾ ഗൗരവമായി ആലോചിച്ചു വരികയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ദമാസ്കസും ഇസ്ലാമാബാദും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അംബാസിഡർ തലത്തിലേക്ക് ഉയർത്താനും നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാനും സംയുക്ത ബിസിനസ് കൗൺസിൽ രൂപീകരിക്കാനും തീരുമാനിച്ചത് ഇതിന്റെ തുടർച്ചയാണ്. വർഷങ്ങളായി ആഭ്യന്തര സംഘർഷങ്ങളിലും അന്താരാഷ്ട്ര ഒറ്റപ്പെടലിലും കഴിയുന്ന സിറിയയെ സംബന്ധിച്ചിടത്തോളം സൗദിയും തുർക്കിയും പാകിസ്ഥാനും ഉൾപ്പെടുന്ന ഈ പ്രാദേശിക ചട്ടക്കൂടിന്റെ ഭാഗമാകുന്നത് തങ്ങളുടെ നയതന്ത്രപരമായ തിരിച്ചുവരവിനും സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ ദക്ഷിണേഷ്യൻ രാജ്യമായ ബംഗ്ലാദേശും ഈ നിർണായക ചട്ടക്കൂട്ടിലേക്ക് അടുക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് ഫസ്റ്റ് എന്ന തങ്ങളുടെ പുതിയ വിദേശ നയത്തിന്റെ ഭാഗമായി സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി എന്നിവരടങ്ങുന്ന ഈ കൂട്ടായ്മയുടെ സാമ്പത്തിക അല്ലെങ്കിൽ പ്രതിരോധ ചട്ടക്കൂട്ടിൽ പങ്കാളികളാകാൻ തയ്യാറാണെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേഷ്ടാവ് ഹുമയൂൺ കബീർ വ്യക്തമാക്കി. റിയാദും ധാക്കയും തമ്മിലുള്ള നയതന്ത്ര വ്യാപാര അതിർത്തികൾ വികസിക്കുന്നതോടൊപ്പം ദക്ഷിണേഷ്യയെയും ഗൾഫ് മേഖലയെയും ബന്ധിപ്പിക്കുന്ന പുതിയൊരു നയതന്ത്ര അച്ചുതണ്ട് രൂപപ്പെടാനും ഇത് വഴിയൊരുക്കുന്നുണ്ട്. മക്ക കരാറിന്റെ രൂപീകരണത്തിന് മുമ്പ് സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നിവർക്കൊപ്പം നടന്ന 4 രാഷ്ട്ര ചർച്ചകളിൽ ഈജിപ്തും സജീവമായി പങ്കെടുത്തിരുന്നുവെങ്കിലും പ്രാരംഭ ഒപ്പുവെക്കലിൽ കെയ്റോ പങ്കാളിയായിരുന്നില്ല. ഈജിപ്തിനെ ഈ സഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചില സാങ്കേതികവും നയതന്ത്രപരവുമായ തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മെഡിറ്ററേനിയൻ മേഖലയിൽ ഗ്രീസ്, സൈപ്രസ് എന്നിവരുമായുള്ള ഈജിപ്തിന്റെ നിലവിലുള്ള കരാറുകളും വിദേശത്ത് സൈന്യത്തെ വിന്യസിക്കുന്നതിന് ഭരണഘടനയുടെ 152-ാം വകുപ്പ് പ്രകാരം പാർലമെന്റിന്റെ 3/2 ഭൂരിപക്ഷം വേണമെന്ന കടുത്ത നിബന്ധനയും ഈജിപ്തിന്റെ മുന്നിൽ വെല്ലുവിളിയാകുന്നുണ്ട്. എന്നിരുന്നാലും മക്ക കരാർ ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തിനെതിരെ രൂപീകരിച്ച സൈനിക ബ്ലോക്ക് അല്ലെന്നും ഭാവിയിൽ കൂടുതൽ സൗഹൃദ രാഷ്ട്രങ്ങൾക്ക് ഇതിലേക്ക് വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ടെന്നും പങ്കാളിത്ത രാജ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗൾഫ് സഹകരണ കൗൺസിലിന്റെ പരമ്പരാഗത സുരക്ഷാ ഘടനയിൽ ഈ കരാർ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സാന്നിധ്യം പുനഃക്രമീകരിക്കപ്പെടുകയും മേഖലയിലെ പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമാകുകയും ചെയ്ത സാഹചര്യത്തിൽ സ്വന്തം സുരക്ഷ സ്വയം ഉറപ്പാക്കുക എന്ന തന്ത്രപരമായ തത്വമാണ് സൗദി അറേബ്യ മുന്നോട്ട് വയ്ക്കുന്നത്. തങ്ങൾ ഒപ്പുവെച്ച കരാറിനോട് മിശ്രമായ പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇസ്ലാമിക രാജ്യങ്ങൾ തങ്ങളുടെ സ്വന്തം കരുത്തിൽ ആശ്രയിക്കുന്നതിനെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തപ്പോൾ ഇത്തരം കടലാസ് കരാറുകൾ സൗദിക്ക് പൂർണ്ണ സംരക്ഷണം നൽകുമോ എന്ന് ഇറാനിയൻ പാർലമെന്റിലെ ചില വിഭാഗങ്ങൾ സംശയം പ്രകടിപ്പിച്ചു. അതേസമയം തുർക്കിയുടെ അത്യാധുനിക ആയുധ സാങ്കേതിക വിദ്യയും പാകിസ്ഥാന്റെ സൈനിക അനുഭവ സമ്പത്തും സംയോജിക്കുന്നത് മേഖലയിൽ തങ്ങളുടെ വ്യോമ മേഖലാ മേധാവിത്വത്തിനും സൈനിക നീക്കങ്ങൾക്കും തടസ്സമാകുമോ എന്ന് ഇസ്രയേൽ ആശങ്കയോടെ നിരീക്ഷിക്കുന്നുണ്ട്. വൻ ശക്തികളുടെ കളിപ്പാവയാകാതെ പ്രാദേശിക സൗഹൃദ രാഷ്ട്രങ്ങൾ ചേർന്ന് ഒരു സ്വതന്ത്ര പ്രതിരോധ ആവാസ വ്യവസ്ഥ നിർമ്മിക്കുന്നു എന്നത് വാഷിംഗ്ടണിനും ബീജിംഗിനും ഒരുപോലെ പുതിയ ഭൗമരാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ സമ്മാനിക്കുന്നുണ്ട്.
മക്ക സംയുക്ത പ്രതിരോധ കരാർ കേവലം 3 രാജ്യങ്ങളുടെ സൈനിക ഉടമ്പടി മാത്രമല്ല, മറിച്ച് മധ്യപൂർവേഷ്യയിലും സമീപ മേഖലകളിലും രൂപപ്പെട്ടു വരുന്ന പുതിയ ബഹുകേന്ദ്രീകൃത ലോകക്രമത്തിന്റെ വ്യക്തമായ അടയാളമാണ്. ഗൾഫ് നാടുകളുടെ അപാരമായ ധനശേഷിയും അനറ്റോളിയൻ നാടുകളുടെ ആധുനിക പ്രതിരോധ വ്യവസായവും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ സൈനിക സന്നദ്ധതയും ഒന്നിക്കുമ്പോൾ അത് ഭാവിയിലെ സാമ്പത്തിക സുരക്ഷാ ബന്ധങ്ങളെ പുനർനിർവചിക്കും. സിറിയയെയും ബംഗ്ലാദേശിനെയും പോലെയുള്ള രാജ്യങ്ങൾ ഇതിലേക്ക് കണ്ണുവെക്കുന്നത് മേഖലയിലെ പരമ്പരാഗത അസ്ഥിരതകളെ മറികടന്ന് ഒരു സന്തുലിത പ്രതിരോധ ചട്ടക്കൂട് ഉയർന്നു വരുന്നതിന്റെ തെളിവാണ്. വരും വർഷങ്ങളിൽ ഈ സഖ്യം എങ്ങനെ വികസിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഗൾഫ് മേഖലയുടെയും ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെയും സുരക്ഷാ ഭൂപടം. സമുദ്ര വ്യാപാര പാതകളിലെ അരക്ഷിതാവസ്ഥയും പ്രാദേശിക ശക്തികൾ തമ്മിലുള്ള വാക്പോരുകളും പശ്ചിമേഷ്യയെയും ചുറ്റുമുള്ള സമുദ്ര മേഖലകളെയും വീണ്ടും ഒരു നിർണായക ഭൗമ രാഷ്ട്രീയ ഭീഷണിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഗൾഫ് ഓഫ് ഏതൻസിൽ നിന്നുയരുന്ന ഈ അപായ സന്ദേശങ്ങൾ കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് തന്ത്രപ്രധാനമായ അന്താരാഷ്ട്ര കടൽപാതകളിൽ രൂപപ്പെടുന്ന ഗുരുതരമായ സുരക്ഷാ പ്രതിസന്ധിയുടെ കൃത്യമായ പ്രതിഫലനമാണ്. വിദേശ എണ്ണക്കപ്പലായ സീമൂൾ, ചരക്ക് കപ്പലായ ലുത്തൂഫ് എന്നിവ സായുധരായ കടൽക്കൊള്ളക്കാർ തട്ടിയെടുക്കുകയും 16ലധികം ഇന്ത്യക്കാരുൾപ്പെടെയുള്ള ജീവനക്കാരെ തടവിലാക്കുകയും ചെയ്ത സംഭവം ആഗോളതലത്തിൽ വലിയ നയതന്ത്ര ഭീതി ഉയർത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾ കൂടുതൽ സങ്കീർണമാകുന്ന ഈ ഘട്ടത്തിൽ സൊമാലിയൻ തീരങ്ങളിൽ കടൽക്കൊള്ളക്കാരുടെ ഈ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തിപ്പെടുന്നത് അന്താരാഷ്ട്ര നാവികസേനകൾക്കും ആഗോള കപ്പൽ വ്യവസായത്തിനും ഒരുപോലെ വൻ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ഗൾഫ് ഓഫ് ഏതൻസിൽ യമനിലെ അൽ മുക്കല്ലയിൽ നിന്ന് 136 നോട്ടിക്കൽ മൈൽ അകലെ വച്ചാണ് വിദേശ എണ്ണക്കപ്പലായ സീമൂൾ അഥവാ MT സിബു എന്ന കപ്പൽ 6 അംഗ സായുധ സംഘം അതിക്രമിച്ചു കയറി പിടിച്ചെടുത്തത്. ഈ എണ്ണക്കപ്പലിൽ ഉണ്ടായിരുന്ന 20 ജീവനക്കാരിൽ 16 പേരും ഇന്ത്യൻ പൗരന്മാരാണ്. കൂടാതെ ഒരു സിറിയൻ പൗരനും ഒരു സുഡാനിയും ഒരു ഇറാഖിയും മറ്റൊരു ജീവനക്കാരനും കപ്പലിലുണ്ട്. തടവിലാക്കപ്പെട്ട ജീവനക്കാർ നിലവിൽ സുരക്ഷിതരാണെന്ന് സമുദ്ര സുരക്ഷാ ഏജൻസികളും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ടെങ്കിലും കപ്പൽ സോമാലിയൻ തീരത്തേക്ക് മാറ്റിയിരിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഇറാന്റെ നിയമവിരുദ്ധ എണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിഴൽ കപ്പലുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ വർഷം ഡിസംബറിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ കപ്പലുകളിൽ ഒന്നാണ് ഇത് എന്നത് സമുദ്ര പ്രതിസന്ധിയുടെ രാഷ്ട്രീയ വ്യാപ്തി വ്യക്തമാക്കുന്നു. ഇതിന് തൊട്ടുമുമ്പ് സൊമാലിയയിലെ പുൻലാൻഡ് തീരത്തു നിന്നും ലുത്തൂഫ് എന്ന കാമറൂൺ പതാകയേന്തിയ മറ്റൊരു ചരക്ക് കപ്പലും കടൽക്കൊള്ളക്കാർ സമാനമായ രീതിയിൽ തട്ടിയെടുത്തിരുന്നു. 6 ഇന്ത്യക്കാരുൾപ്പെടെ 10 ജീവനക്കാരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇതിൽ സെർബിയൻ സുരക്ഷാ ജീവനക്കാരും ഉൾപ്പെടുന്നുണ്ട്. ടാൻസാനിയയിലെ ദാർ എസ് സലാമിലേക്ക് പോവുകയായിരുന്ന ഈ കപ്പലിലേക്ക് AK-47 തോക്കുകളേന്തിയ 8 അംഗ സായുധ സംഘമാണ് ഇരച്ചു കയറിയത്. ജീവനക്കാർ ആദ്യം കപ്പലിലെ സുരക്ഷിത മുറിയായ സിറ്റാഡലിൽ അഭയം പ്രാപിച്ചുവെങ്കിലും കടൽക്കൊള്ളക്കാർ അത് തകർത്ത് ജീവനക്കാരെ തടവിലാക്കുകയായിരുന്നു. തുടർന്ന് കപ്പലിന്റെ നിയന്ത്രണം പിടിച്ചെടുത്ത ഇവർ സൊമാലിയയിലെ പുൻലാൻഡ് തീരത്തേക്ക് കപ്പൽ മാറ്റുകയായിരുന്നു. 2011 അന്താരാഷ്ട്ര നാവികസേനകളുടെ സജീവമായ പെട്രോളിങ്ങിനെയും സുരക്ഷാ മാനദണ്ഡങ്ങളെയും തുടർന്ന് പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ട സൊമാലിയൻ കടൽക്കൊള്ള ഭീഷണി വീണ്ടും ദൃശ്യമാകാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് ആഗോള ഗതാഗത മേഖലയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ചെങ്കടൽ മേഖലയിൽ യമനിലെ ഹൂതി വിമതരുടെ ആക്രമണങ്ങൾ രൂക്ഷമായതോടെ അന്താരാഷ്ട്ര നാവികസേനകളുടെ ശ്രദ്ധ വടക്കോട്ട് കേന്ദ്രീകരിക്കപ്പെട്ടതാണ് സൊമാലിയൻ തീരങ്ങളിൽ കടൽക്കൊള്ളക്കാർ വീണ്ടും വീണുകിട്ടിയ അവസരമായി വിലയിരുത്തുന്നത്. സുരക്ഷാ വിടവുകൾ മുതലെടുത്തുകൊണ്ട് ആധുനിക ആയുധങ്ങളുമായി എത്തുന്ന ക്രിമിനൽ സംഘങ്ങൾ വീണ്ടും ചരക്ക് കപ്പലുകളെയും എണ്ണക്കപ്പലുകളെയും ലക്ഷ്യമിടുകയാണ്. ബാബ് അൽ മന്ദബ്, ഏദൻ ഉൾക്കടൽ എന്നീ സമുദ്രപാതകൾ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് മേൽ കടൽക്കൊള്ളക്കാർ നടത്തുന്ന ഇത്തരം കടന്നാക്രമണങ്ങൾ ആഗോള വിതരണ ശൃംഖലയെ വൻതോതിൽ ബാധിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നാവിക ഏജൻസികളും ഇന്ത്യൻ നാവികസേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും നിരീക്ഷണം ശക്തമാക്കുന്നുണ്ടെങ്കിലും വിശാലമായ സമുദ്രമേഖലയിൽ എല്ലാ കപ്പലുകൾക്കും ഒരുപോലെ സുരക്ഷയൊരുക്കുക എന്നത് പ്രായോഗികമായി വലിയ വെല്ലുവിളിയാണ്. കടൽക്കൊള്ളക്കാരുടെ തിരിച്ചുവരവ് കപ്പലുകളുടെ ഇൻഷുറൻസ് തുക കുതിച്ചുയർത്തുന്നതിനും ആഗോളതലത്തിൽ ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിനും വഴിവെക്കുന്നുണ്ട്. സമുദ്ര സുരക്ഷാ ഭീഷണികൾക്ക് സമാന്തരമായി പശ്ചിമേഷ്യയിൽ നയതന്ത്ര തർക്കങ്ങളും നിഴൽ യുദ്ധങ്ങളും വൻതോതിൽ ശക്തിപ്പെടുകയാണ്. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതി വിമതരെ സൈനികമായി നേരിടാൻ സൗദി അറേബ്യയ്ക്ക് ആവശ്യമായ ശേഷിയില്ലെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് നടത്തിയ പരസ്യ പ്രസ്താവന മേഖലയിലെ നിലവിലെ സംഘർഷാവസ്ഥയുടെ ആഴം വ്യക്തമാക്കുന്നു. സൗദി സഖ്യസേനയുടെ ആക്രമണങ്ങൾക്ക് തക്കതായ തിരിച്ചടി ഹൂതികൾ നൽകുന്നുണ്ടെന്നും ഇറാൻ ആരോപിക്കുന്നു. മുൻപ് ചൈനയുടെ മധ്യസ്ഥതയിൽ സൗദിയും ഇറാനും തമ്മിൽ നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ ധാരണയായെങ്കിലും യമൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പുകയുന്ന ഭിന്നതകൾ ഇപ്പോഴും പൂർണ്ണമായി ശാന്തമായിട്ടില്ലെന്ന് ഇത്തരം പ്രസ്താവനകൾ തെളിയിക്കുന്നു. യമനിലെ സംഘർഷങ്ങൾ പ്രാദേശിക സുരക്ഷയെ മാത്രമല്ല, ബാബ് അൽ മന്ദബ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും നേരിട്ട് ബാധിക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ ശക്തികൾ തമ്മിലുള്ള പ്രോക്സി യുദ്ധങ്ങളിൽ തന്ത്രപ്രധാനമായ സമുദ്ര മേഖലകൾ ആയുധമാക്കപ്പെടുന്നത് ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ അനിശ്ചിതത്വമാണ് ഉണ്ടാക്കുന്നത്. ഇതിനു പുറമെ ഹൂതി വിമതർ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളും ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രാദേശിക നീക്കങ്ങളും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. മേഖലയിൽ സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടയിൽ സമാധാനത്തിനായുള്ള നയതന്ത്ര ഇടപെടലുകളും ശക്തമായി തുടരുന്നുണ്ട്.
ജപ്പാൻ വിദേശകാര്യമന്ത്രിയുമായി ഒമാൻ വിദേശകാര്യമന്ത്രി നടത്തിയ ഉന്നതതല ചർച്ചയിൽ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാൻ താൽക്കാലിക സൈനിക നടപടികളല്ല, മറിച്ച് മേഖലയിൽ സുസ്ഥിരമായ സമാധാനം പുലരുകയാണ് വേണ്ടതെന്ന് ഒമാൻ വ്യക്തമാക്കി. അന്താരാഷ്ട്ര ഊർജ്ജ വിതരണത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് ലോകത്തിലെ മൊത്തം എണ്ണ വിതരണത്തിന്റെ വലിയൊരു പങ്കും കടന്നുപോകുന്നത്. ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏത് ചെറിയ അസ്ഥിരതയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തകിടം മറിക്കാൻ പോകുന്നതാണ്. കൂടുതൽ സൈനിക വിന്യാസങ്ങളോ സംഘർഷ വർധനവോ സമുദ്രപാതകളുടെ സുരക്ഷയ്ക്ക് ശാശ്വത പരിഹാരമാകില്ലെന്നാണ് ഒമാന്റെ പക്ഷം. ഇറാന്റെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെയും ഇടയിൽ മധ്യസ്ഥത വഹിക്കുന്നതിൽ പരമ്പരാഗതമായി നിഷ്പക്ഷ നിലപാട് പുലർത്തുന്ന ഒമാൻ രാഷ്ട്രീയ തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും അന്താരാഷ്ട്ര സമുദ്ര സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ പ്രാദേശിക സമാധാനം അത്യന്താപേക്ഷിതമാണെന്നും ആവർത്തിക്കുന്നു. പ്രാദേശിക ഭൂരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യം ജനങ്ങൾക്കിടയിൽ വ്യാജ വാർത്തകളും തെറ്റിദ്ധാരണകളും പടരുന്നതിനും ഇടയാക്കുന്നുണ്ട്. യുഎഇയിൽ ജോലി ചെയ്യുന്ന ഈജിപ്ഷ്യൻ പൗരന്മാരെ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വൻതോതിൽ പിരിച്ചുവിട്ടെന്നും അവരുടെ വിസകൾ റദ്ദാക്കിയെന്നുമുള്ള രീതിയിൽ പ്രചരിച്ച വാർത്തകൾ ഇരു രാജ്യങ്ങളും സംയുക്തമായി ശക്തമായി നിഷേധിച്ചു. ഭൗമരാഷ്ട്രീയ തർക്കങ്ങളെ സാമ്പത്തിക തൊഴിൽ മേഖലകളുമായി തെറ്റായി ബന്ധിപ്പിച്ച് പ്രചരിപ്പിക്കപ്പെട്ട തരംതാണ വാർത്തയാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി. യുഎഇയുടെ നിലവിലുള്ള വിസ നിയമങ്ങൾ ലംഘിച്ച ചിലർക്കെതിരെ സ്വീകരിച്ച ഒറ്റപ്പെട്ട നിയമ നടപടികളെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി കൂട്ടിക്കുഴച്ച് ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നുവെന്ന് ഈജിപ്ഷ്യൻ ഉപമന്ത്രിയും വ്യക്തമാക്കുകയുണ്ടായി. ലക്ഷക്കണക്കിന് ഈജിപ്ഷ്യൻ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന യുഎഇയിൽ ഇത്തരം തെറ്റായ പ്രചാരണങ്ങൾ തൊഴിലാളികൾക്കിടയിൽ വലിയ ഭീതി സൃഷ്ടിച്ചിരുന്നു. പ്രാദേശിക സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോഴും രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങളും തൊഴിൽ വിപണിയും സുരക്ഷിതമായി മുന്നോട്ട് പോകുന്നു എന്ന് തെളിയിക്കേണ്ടത് മേഖലയിലെ സ്ഥിരതയ്ക്ക് വളരെ അത്യാവശ്യമാണ്. ലോകമെമ്പാടുമുള്ള മർച്ചന്റ് നേവി ജീവനക്കാരിൽ 3 ലക്ഷത്തിലധികം ആളുകളെ സംഭാവന ചെയ്യുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമുദ്രമേഖലയിലെ അസ്ഥിരത അതീവ ഗുരുതരമായ വിഷയമാണ്. ഫിലിപ്പീൻസ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ നാവികരെ വിതരണം ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര കടൽപാതകളിൽ ഉണ്ടാകുന്ന ഏതൊരാക്രമണത്തിലും ഭാരതീയരുടെ ജീവനാണ് കൂടുതൽ അപകടത്തിലാകുന്നത്. സീമുൾ, ലുത്തൂഫ് എന്നീ കപ്പലുകളിൽ നിന്നായി ആകെ 22 ഇന്ത്യൻ നാവികരാണ് നിലവിൽ സായുധ സംഘങ്ങളുടെ കസ്റ്റഡിയിലുള്ളത്. തട്ടിക്കൊണ്ടുപോകപ്പെട്ട എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങളുമായും അന്താരാഷ്ട്ര സമുദ്ര സുരക്ഷാ ഏജൻസികളുമായും നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കുകയുണ്ടായി. സമുദ്ര ഏജൻസികളായ RPSL-ഉം കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും ഈ നാവിക് ഓൺലൈൻ സംവിധാനം വഴി വിവരങ്ങൾ തത്സമയം ശേഖരിച്ചു വരികയാണ്. അന്താരാഷ്ട്ര നാവിക സേനകൾക്കിടയിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം കപ്പലുകളിലെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ആധുനികവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സമുദ്രത്തിലെ കടൽക്കൊള്ളയും കരയിലെ ഭൗമരാഷ്ട്രീയ തർക്കങ്ങളും ഒരേ സമയം ശക്തിപ്പെടുമ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സുഗമമായ മുന്നോട്ടുപോക്കാണ് തടസ്സപ്പെടുന്നത്. പ്രാദേശിക വടംവലികളും ക്രിമിനൽ സംഘങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളും കൂട്ടിമുട്ടുമ്പോൾ കടലിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് സാധാരണക്കാരായ നാവികരുടെ ജീവനാണ് പണയം വെക്കപ്പെടുന്നത്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കപ്പുറം അന്താരാഷ്ട്ര നിയമങ്ങളും സമുദ്ര സുരക്ഷാ ഉടമ്പടികളും കൃത്യമായി പാലിക്കുകയും ഏദൻ ഉൾക്കടലിലും ഹോർമൂസ് കടലിടുക്കിലും സമാധാനം ഉറപ്പാക്കാൻ ആഗോള സമൂഹം ഒന്നിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരം ഭീഷണികൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. മലയാളിയുടെ ജീവവായുവിന് സമാനമാണ് സ്വർണത്തോടുള്ള പ്രണയം. വിശേഷാവസരങ്ങളിലും വിവാഹവേളകളിലും മാത്രമല്ല, സുരക്ഷിതമായ ഒരു നിക്ഷേപമെന്ന നിലയിലും സ്വർണത്തെ ആശ്രയിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്വർണ്ണ വിപണിയിൽ നിന്ന് വരുന്ന വാർത്തകൾ സാധാരണക്കാരുടെ മാത്രമല്ല, സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്ന ഓരോ പ്രവാസിയുടെയും നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്നതാണ്. എന്റെ പൊന്നെ എന്നറിയാതെ വിളിച്ചു പോകുന്ന തരത്തിൽ സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഗൾഫ് നാടുകൾ, പ്രത്യേകിച്ച് ദുബായിൽ സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ചുയരുകയാണ്. രാജ്യാന്തര വിപണിയിലുണ്ടാകുന്ന അതിവേഗത്തിലുള്ള മാറ്റങ്ങളാണ് UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ സ്വർണത്തിന് ഈ അപ്രതീക്ഷിത കുതിപ്പ് സമ്മാനിച്ചത്. ഒരു കാലത്ത് നാട്ടിലെ വിലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഗൾഫിൽ നിന്ന് സ്വർണം വാങ്ങുന്നത് വലിയ ലാഭമായി കണ്ടിരുന്ന പ്രവാസികൾക്ക് ഈ പുതിയ കുതിപ്പ് വലിയൊരു സാമ്പത്തിക തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ലോകത്തിന്റെ സുവർണ നഗരം എന്നറിയപ്പെടുന്ന ദുബായിലെ സ്വർണ്ണ വിപണിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്ന അസാധാരണമായ വിലവർദ്ധനവ് സാമ്പത്തിക വിദഗ്ധരെ പോലും അമ്പരപ്പിക്കുന്നതാണ്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം വെള്ളിയാഴ്ച വിപണി തുറന്നപ്പോൾ തന്നെ 24 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 3 ദിർഹം വർദ്ധിച്ച് 547 ദിർഹം എന്ന പുതിയ ഉയരത്തിൽ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം 6 ദിർഹത്തിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഈ ഒരൊറ്റ മാസത്തിൽ മാത്രം ഗ്രാമിന് 60 ദിർഹത്തിന്റെ വമ്പൻ വർധനവാണ് ദുബായിൽ ഉണ്ടായിരിക്കുന്നത്. ഈ പ്രവണത തുടരുകയാണെങ്കിൽ 24 ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് 550 ദിർഹം എന്ന ചരിത്രപരമായ കടമ്പ വളരെ വേഗം മറികടക്കുമെന്നാണ് ദുബായ് ഗോൾഡ് ആൻഡ് ജ്വല്ലറി ഗ്രൂപ്പിലെ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മറ്റ് വിഭാഗങ്ങളിലും സമാനമായ കുതിപ്പ് പ്രകടമാണ്.
പ്രവാസികൾ ആഭരണങ്ങൾ നിർമ്മിക്കാൻ കൂടുതലായി ഉപയോഗിക്കുന്ന 22 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 506.50 ദിർഹമാണ് ഇപ്പോഴത്തെ നിരക്ക്. ഒരു ഗ്രാമിന് 500 ദിർഹം എന്നത് കടക്കില്ലെന്ന് കരുതിയിരുന്ന ഒരു മനഃശാസ്ത്രപരമായ അതിർവരമ്പായിരുന്നു. അതുപോലെ തന്നെ 21 ക്യാരറ്റ് സ്വർണത്തിന് 485.75 ദിർഹവും 18 ക്യാരറ്റ് സ്വർണത്തിന് 416.25 ദിർഹവുമാണ് നിലവിലെ വ്യാപാര നിരക്ക്. ദിവസങ്ങൾക്കുള്ളിൽ സംഭവിച്ച ഈ വലിയ വിലമാറ്റം ഗൾഫ് മേഖലയിലാകെ സ്വർണ്ണ വ്യാപാരത്തിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ദുബായിലെ ഈ മാറ്റങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം രാജ്യാന്തര വിപണിയിലെ അസ്ഥിരതകളും സ്വർണത്തിലേക്കുള്ള വൻകിട നിക്ഷേപകരുടെ ഒഴുക്കുമാണ്. സ്പോട്ട് ഗോൾഡ് വില മുൻപെങ്ങുമില്ലാത്ത വിധം ഔൺസിന് $4,500 മുകളിലേക്ക് കുതിച്ചുയർന്നു. നിലവിൽ $4,536 എന്ന റെക്കോർഡ് നിരക്കിലാണ് വ്യാപാരം തുടരുന്നത്. കഴിഞ്ഞ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ 4,000-നും 4,100-നും ഇടയിൽ ഒരു സ്ഥിരതയാർജിച്ച് നിന്നിരുന്ന വിപണിയാണ് പിന്നീട് പെട്ടെന്ന് കരുത്താർജിച്ച് $4,461-നും $4,490-നും പരിധി തിരികെ പിടിക്കുകയും ഇപ്പോൾ വീണ്ടും പുതിയ ഉയരങ്ങൾ താണ്ടുകയും ചെയ്തിരിക്കുന്നത്. തുടർച്ചയായ 3-ാം ആഴ്ചയിലാണ് സ്വർണം ഈ കരുത്ത് നിലനിർത്തുന്നത്. ഇതിന് പിന്നിൽ പ്രധാനമായും ആഗോള സാമ്പത്തിക ഘടകങ്ങളാണുള്ളത്. പശ്ചിമേഷ്യയിലും കിഴക്കൻ യൂറോപ്പിലുമുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും യുദ്ധസമാനമായ സാഹചര്യങ്ങളും സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിലേക്ക് തിരിയാൻ നിക്ഷേപകരെ പ്രേരിപ്പിക്കുന്നു. കൂടാതെ അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകളിൽ വരുത്താൻ സാധ്യതയുള്ള മാറ്റങ്ങളെക്കുറിച്ചുള്ള കണക്ക് കൂട്ടലുകളും ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ വ്യതിയാനങ്ങളും സ്വർണത്തിന് അനുകൂലമായ സാഹചര്യമൊരുക്കി. ഏത് സാമ്പത്തിക പ്രതിസന്ധിയിലും മൂല്യം നഷ്ടപ്പെടാത്ത ഏക നിക്ഷേപമെന്ന നിലയിൽ വൻകിട രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകൾ വലിയ തോതിൽ സ്വർണം വാങ്ങി ശേഖരിക്കുന്നതും വിപണിയിലെ ഡിമാൻഡ് കുത്തനെ ഉയർത്തിയിട്ടുണ്ട്. സ്വർണ്ണവിലയിലെ ഈ കുതിപ്പ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് UAE, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ പ്രവാസി മലയാളികളെയാണ്. മാസങ്ങളോളം വിയർപ്പൊഴുക്കി മിച്ചം പിടിക്കുന്ന ദിർഹമോ റിയാലോ കൂട്ടിവെച്ച് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ മക്കളുടെ വിവാഹത്തിനോ മറ്റോ ആവശ്യങ്ങൾക്കോ കുറച്ച് സ്വർണം വാങ്ങുക എന്നത് ഏതൊരു പ്രവാസിയുടെയും സ്വപ്നമാണ്. നാട്ടിലെ ഉയർന്ന പണിക്കൂലിയും നികുതികളും ഒഴിവാക്കാൻ ദുബായ് അടക്കമുള്ള നഗരങ്ങളിലെ സ്വർണ്ണക്കടകളെയാണ് അവർ പ്രധാനമായും ആശ്രയിക്കുന്നത്. കാരണം ദുബായിലെയും കേരളത്തിലെയും വിലകൾ തമ്മിൽ എപ്പോഴും ഗ്രാമിന് വലിയ വ്യത്യാസമുണ്ട്. ദുബായിൽ സ്വർണ്ണവില ഉയർന്നുവെങ്കിലും നാട്ടിലെ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗ്രാമിന് ഏകദേശം 1,500 രൂപയോളം ലാഭം ഇപ്പോഴും പ്രവാസികൾക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ സ്വർണ്ണവില ഗ്രാമിന് 506 ദിർഹം എന്ന നിരക്കിലേക്ക് ഉയർന്നതോടെ ആകെ നൽകേണ്ടി വരുന്ന മൂലധന തുക സാധാരണക്കാരായ ഒരു പ്രവാസിയുടെ ബജറ്റിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായി മാറുകയാണ്. പെരുന്നാളിനും ഓണത്തിനും അവധിക്ക് നാട്ടിലേക്ക് പോകുന്നവർക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് സ്വർണം വാങ്ങാൻ ഇപ്പോൾ ഇരട്ടിയിലധികം പണം കണ്ടെത്തേണ്ടി വരുന്നുണ്ട്. വർഷങ്ങളായുള്ള അവരുടെ സാമ്പത്തിക ആസൂത്രണങ്ങളെയാകെ ഈ വിലക്കയറ്റം താളം തെറ്റിച്ചിരിക്കുകയാണ്. ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പ്രവാസികൾക്ക് ചെറിയൊരാശ്വാസം നൽകുന്നത് ഇന്ത്യയിലെ കസ്റ്റംസ് നിയമങ്ങളിൽ അടുത്തിടെ വന്ന അനുകൂലമായ മാറ്റങ്ങളാണ്. വിദേശത്ത് നിന്നും നാട്ടിലേക്ക് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവരുമ്പോൾ മുൻപ് അതിന്റെ മൂല്യത്തിനനുസരിച്ചായിരുന്നു നികുതി ഇളവ് നിശ്ചയിച്ചിരുന്നത്. അതായത് സ്വർണ്ണവില ഇത്തരത്തിൽ കുത്തനെ വർദ്ധിക്കുമ്പോൾ അനുവദനീയമായ സാമ്പത്തിക പരിധി പെട്ടെന്ന് കടക്കുകയും വിമാനത്താവളങ്ങളിൽ വലിയ തുക പിഴയായി നൽകേണ്ടി വരികയും ചെയ്തിരുന്നു. എന്നാൽ പുതിയ മാറ്റങ്ങൾ പ്രകാരം സ്വർണത്തിന്റെ മൂല്യത്തിന് പകരം അതിന്റെ തൂക്കത്തിന്റെ, അതായത് പവൻ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ കസ്റ്റംസ് നികുതി ഇളവ് കണക്കാക്കുന്നത്. അതിനാൽ വില എത്ര ഉയർന്നാലും അനുവദിക്കപ്പെട്ട തൂക്കത്തിലുള്ള സ്വർണം ആശങ്കകളില്ലാതെ തന്നെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പ്രവാസികൾക്ക് സാധിക്കും. ഇത് വലിയൊരു ആശ്വാസമാണെങ്കിലും സ്വർണം വാങ്ങാനുള്ള അടിസ്ഥാന തുക ഇത്രയധികം ഉയർന്ന സാഹചര്യത്തിൽ ഈ ആനുകൂല്യം എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. മറുവശത്ത് ചിങ്ങമാസം പോലെയുള്ള വിവാഹ സീസണുകൾ എത്തുമ്പോൾ വില നോക്കാതെ സ്വർണം വാങ്ങാൻ നാട്ടിലുള്ളവരും നിർബന്ധിതരാകുന്നുണ്ട്. എത്ര വില കൂടിയാലും സ്വർണം വാങ്ങുന്ന ശീലം ഉപേക്ഷിക്കാൻ മലയാളികൾ തയ്യാറല്ല എന്നതാണ് സത്യം. എന്നാൽ നിലവിലെ ആഗോള സാഹചര്യങ്ങൾ നമ്മെ ചിലത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വെറും ഒരു ആഭരണം എന്നതിലുപരി തികച്ചും തന്ത്രപരമായ ഒരു സാമ്പത്തിക നിക്ഷേപമായി വേണം സ്വർണത്തെ ഇനി കാണാൻ. കഴിവിനപ്പുറം കടം വാങ്ങി സ്വർണം വാങ്ങിക്കൂട്ടുന്നതിന് പകരം സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള നിക്ഷേപങ്ങൾക്കായിരിക്കണം പ്രവാസികൾ മുൻഗണന നൽകേണ്ടത്. ആഗോള വിപണിയിലെ സംഘർഷങ്ങൾ തുടരുകയാണെങ്കിൽ സ്വർണ്ണവില ഇനിയും നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് ഉയർന്നേക്കാം. അതിനാൽ ദുബായിലെ സ്വർണ്ണ വിപണി നൽകുന്ന സൂചനകൾ ഉൾക്കൊണ്ട് കൃത്യമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ ഓരോരുത്തരും തയ്യാറാകേണ്ട സമയമാണിത്. ഇനി നോക്കാം മറ്റു ചില പ്രധാന ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. UAE-യിൽ തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളും തൊഴിൽപരമായ രോഗങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ കർശന മാർഗനിർദ്ദേശങ്ങളുമായി മാനവ വിഭവശേഷി മന്ത്രാലയം രംഗത്ത്. തൊഴിലിടങ്ങളിൽ അപകടമോ രോഗലക്ഷണങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ 48 മണിക്കൂറിനകം തൊഴിലുടമ പോലീസിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും MOHREയുടെ ഔദ്യോഗിക ചാനലുകൾ വഴിയും വിവരമറിയിക്കണം. പരിക്കേൽക്കുന്ന തൊഴിലാളിയുടെ പൂർണ്ണ ചികിത്സാ ചെലവും തൊഴിലുടമ നിർബന്ധമായും വഹിക്കണം.
ചികിത്സയിലിരിക്കുന്ന ആദ്യ 6 മാസം പൂർണ്ണ വേതനത്തിനും തുടർന്ന് ആവശ്യമെങ്കിൽ 6 മാസം പകുതി വേതനത്തിനും തൊഴിലാളിക്ക് നിയമപരമായ അർഹതയുണ്ട്. അഥവാ സ്ഥിരമായ വൈകല്യമോ മരണമോ സംഭവിച്ചാൽ അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ 18,000 ദിർഹം മുതൽ 2 ലക്ഷം ദിർഹം വരെ നഷ്ടപരിഹാരമായി ലഭിക്കാം. ഇനി തൊഴിലുടമ അപകട വിവരം റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും ജീവനക്കാർക്ക് മോഹറെ സ്മാർട്ട് ആപ്പ് വഴിയോ 600590000 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നേരിട്ട് പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വിമാന കമ്പനികളുടെ അമിത ടിക്കറ്റ് നിരക്കിൽ വലയുന്ന ഗൾഫ് പ്രവാസികൾക്ക് ആശ്വാസമായി കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് പ്രതിമാസം 2 കപ്പൽ സർവീസുകൾ ആരംഭിക്കാൻ കേരള സർക്കാർ പദ്ധതിയിടുന്നു. ശരാശരി 10,000 രൂപ ടിക്കറ്റ് നിരക്കിൽ യാത്ര ചെയ്യാവുന്ന ഈ സർവീസിൽ 200 കിലോ വരെ ലഗേജ് സൗജന്യമായി കൊണ്ടുപോകാം. 3 മുതൽ 4 ദിവസം വരെ നീളുന്ന കടൽ യാത്രയിൽ ഭക്ഷണവും വിനോദ പരിപാടികളും ലഭ്യമാക്കും. കേരള മാരിടൈം ബോർഡും നോർക്ക റൂട്ട്സും ചേർന്ന് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ ഒറ്റത്തവണ 1,200ഓളം പേർക്ക് യാത്ര ചെയ്യാനാകും. സ്വകാര്യ പങ്കാളിത്തത്തോടെ സർവീസ് ആരംഭിക്കുന്നതോടെ കുറഞ്ഞ ചെലവിൽ നാട്ടിലെത്താൻ പ്രവാസികൾക്ക് സാധിക്കുമെന്ന് മാത്രമല്ല, വ്യാപാരികൾക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കാനും ടൂറിസം മേഖലയ്ക്ക് വലിയ തോതിൽ ഉണർവ് നൽകാനും ഇത് സഹായിക്കും. ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന സർവീസുകളിലെ അനിശ്ചിതത്വം തുടരുന്നതോടെ പ്രവാസി യാത്രക്കാർ കടുത്ത പ്രതിസന്ധിയിലാണ്. സർവീസ് തടസ്സങ്ങളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും കാരണം വിമാനങ്ങൾ വൈകുന്നതും റദ്ദാക്കുന്നതും വരും ദിവസങ്ങളിലും തുടർന്നേക്കും. UAE, ഖത്തർ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് അടക്കമുള്ള വിവിധ എയർലൈൻ സർവീസുകളെയാണ് ഇത് പ്രധാനമായും ബാധിച്ചിരിക്കുന്നത്. വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപായി സർവീസ് സ്റ്റാറ്റസ് അതത് എയർലൈനുകളുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയോ ആപ്പിലൂടെയോ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. സർവീസ് റദ്ദാക്കപ്പെട്ട യാത്രക്കാർക്ക് അധിക തുക നൽകാതെ ടിക്കറ്റുകൾ സൗജന്യമായി റീബുക്ക് ചെയ്യാനും തുക മുഴുവനായി റീഫണ്ട് വാങ്ങാനും എയർലൈനുകൾ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. UAE-യിലെ പ്രവാസി മലയാളികൾക്ക് ഓണാഘോഷത്തിന്റെ തനിമ ചോരാതെ എത്തിക്കാൻ വിപുലമായ ഒരുക്കങ്ങളുമായി ലുലു ഗ്രൂപ്പ്. പഴം, പച്ചക്കറി, പൂക്കൾ, വാഴയില തുടങ്ങിയ നാടൻ വിഭവങ്ങൾ പ്രത്യേക കാർഗോ വിമാനങ്ങളിലടക്കം ഗൾഫിലെത്തിച്ചാണ് ലുലു ഓണച്ചന്ത സജീവമാക്കിയിരിക്കുന്നത്. ഇത്തവണ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെയും ഷെഫ് പിള്ളയുടെയും നേതൃത്വത്തിലാണ് 24 കൂട്ടം വിഭവങ്ങൾ അടങ്ങിയ വിപുലമായ ലുലു ഓണസദ്യ ഒരുങ്ങുന്നത്. സദ്യയ്ക്കായി ലുലു ഔട്ട്ലെറ്റുകൾ വഴിയും ഓൺലൈനായും പ്രീ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ചക്ക, മാമ്പഴം, കരിക്ക്, ഈന്തപ്പഴം തുടങ്ങി 25ലധികം വൈവിധ്യങ്ങളുമായി പ്രത്യേക പായസമേളയും സജ്ജമാണ്. ഓണക്കോടികൾക്കായി ലുലു ഫാഷൻ സ്റ്റോറുകളിൽ വൻ കിഴിവുകളും ആകർഷകമായ ബാങ്ക് ഓഫറുകളും പ്രഖ്യാപിച്ചതോടെ പ്രവാസികൾക്ക് ഗൾഫ് മണ്ണിലും നാടിന്റെ സമ്പൂർണ്ണ ഓണാന്തരീക്ഷമാണ് ലുലു സമ്മാനിക്കുന്നത്. അറബ് ലോകത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി അക്കരയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.